ഇന്ത്യക്ക് ഇന്ധന സഹായവുമായി റഷ്യ. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം തുടരുന്നതിനിടയിലാണ് റഷ്യയുടെ സഹായഹസ്തം. പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായതോടെ എണ്ണവിലയിൽ കുതിപ്പ് തുടരുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില വർദ്ധിച്ച് $79.75 ഹോർമുസ് കടലിടുക്കിനിടെയുള്ള കപ്പൽ ഗതാഗതം തടയുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ വില ഇനിയും ഉയരുമെന്ന് ഉറപ്പാണ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനെയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ എണ്ണവില വർദ്ധിച്ചിരുന്നു. 2025 ജനുവരിക്ക് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ വിലയാണ് രേഖപ്പെടുത്തിയത്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കും. ഗൾഫ് രാജ്യങ്ങളിലെ പല പ്ലാന്റുകളും ആക്രമണത്തെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. അതിനിടെ എണ്ണ ഉൽപ്പാദനം ഉയർത്താൻ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് പ്ലസ് തീരുമാനിച്ചിരുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചത് വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. പ്രതിദിനം 20 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ കടലിടുക്ക് വഴിയാണ് കടന്നുപോകുന്നത്. ലോകത്ത് 20% LNG വിതരണവും നടക്കുന്നത് ഇതുവഴിയാണ്. അതിനിടെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് റഷ്യയുടെ ഇന്ധന സഹായം വാഗ്ദാനം ചെയ്തു. ഇന്ധന വിതരണത്തിൽ തടസ്സമുണ്ടായാൽ ഇന്ത്യയെ സഹായിക്കാൻ റഷ്യ തയ്യാറാണെന്നാണ് റിപ്പോർട്ട്. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഇന്ത്യ പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് റഷ്യയുടെ വാഗ്ദാനം. യുദ്ധം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് ഗൾഫ് മേഖലയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനൊപ്പം അമേരിക്ക മുൻകൈയെടുത്ത ചർച്ചകൾക്ക് വഴി തുറക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിലും അമേരിക്കയോടുള്ളത് ചെകുത്താനോടുള്ള യുദ്ധമാണെന്നും ശത്രുവിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്നും ഇറാൻ റഷ്യയോട് പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.